അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ ആദ്യം പോയത് തിരുആവിനൻകുടി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ രാവിലെ 5:30 നട തുറക്കും. ഞങ്ങൾ പോകുമ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പഴനിമല മുരുകനെ കാണുന്നതിന് മുൻപ് ഹിഡുംബനെ കാണണം എന്ന് പറഞ്ഞതുപോലെ പഴനിമലയിൽ ഇരിക്കുന്ന ശ്രീ ദണ്ഡായുധപാണിസ്വാമിയെ കാണുന്നതിന് മുൻപ് താഴെയുള്ള തിരുആവിനൻകുടിയിലെ ബാലസുബ്രഹ്മണ്യനെ കണ്ടു തൊഴണം എന്നാണ് പറയാറ്. ഇവിടെയും രാവിലെ നല്ല ഭക്തരുടെ തിരക്കുണ്ടായിരുന്നു. മുരുകന്റെ ആറുപടൈ വീടുകളിൽ മൂന്നാമത്തെ വീട് പഴനിയിലിരിക്കുന്ന ഈ തിരുആവിനൻകുടി ക്ഷേത്രമാണെന്ന് പലരും ഇപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇവിടെയും അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടാവാറുണ്ട്. മുൻപൊക്കെ മലയാളികൾ പഴനിയിൽ പോകുമ്പോൾ അധികവും സ്റ്റേ ചെയ്തിരുന്ന പാലാഴി മഠത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ തിരുആവിനൻകുടി ക്ഷേത്രമുള്ളത്. അതുപോലെ തന്നെ ശരവണ പൊയ്കയുടെ അടുത്തായിട്ടാണ് ഈ ക്ഷേത്രം. ഇവിടെ ബാലസുബ്രഹ്മണ്യൻ മയിലിന്റെ പുറത്തിരിക്കുന്നതായിട്ടുള്ള പ്രതിഷ്ഠയാണുള്ളത്. ഒട്ടും പ്രതീക്ഷിക്കാതെ മുരുകന് നെയ്ദീപം തെളിയിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നി, മനസ്സ് നിറഞ്ഞു. എന്നെപ്പോലെ ഒരുപാട് ഭക്തർ അവിടെ നെയ്ദീപവും വെറ്റില ദീപവും എല്ലാം കൊളുത്തുന്നുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ മനസ്സ് ഒരുപാട് തിങ്ങി നിറഞ്ഞു സന്തോഷം കൊണ്ട്. അതിനുശേഷമാണ് ഉള്ളിലേക്ക് കയറി തൊഴുതത്. ഉള്ളിലും തന്നെ ഒരുപാട് ഉപപ്രതിഷ്ഠകൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം കണ്ട് അറിഞ്ഞ് ആരാണെന്ന് വായിച്ച് മനസ്സിലാക്കി എല്ലാവരോടും മനസ്സ് തുറന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഹിഡുംബനെയും ബാലസുബ്രഹ്മണ്യനെയും കണ്ടു. ഇനി ഗിരിവലം വെച്ച് നമുക്ക് പഴനിമല കയറാം.